ഹലോ എവ്രി വൺ, ട്രേഡിംഗിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സ്വിംഗ് ട്രേഡിംഗ്. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് സ്വിംഗ് ട്രേഡിംഗ്? സ്വിംഗ് ട്രേഡിങ്ങിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? സ്വിംഗ് ട്രേഡ് എങ്ങനെ ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഇസ് ഷയാസ് റഫിയ മൊയ്തീൻ. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. വാട്ട് ഈസ് സ്വിംഗ് ട്രേഡിംഗ്? ട്രേഡിംഗിൽ പല സ്റ്റൈലുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ട്രേഡിംഗ് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ഡ്യൂറേഷനെ അടിസ്ഥാനപ്പെടുത്തി ഇൻട്രാഡേ, സ്കാൽപ്പിംഗ്, സ്വിംഗ്, പൊസിഷണൽ ട്രേഡിംഗ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം നമുക്ക് ട്രേഡിംഗ് സ്റ്റൈലുകളെ. എന്താണ് ട്രേഡിംഗ് എന്നും പലതരത്തിലുള്ള ട്രേഡിംഗ് സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ട്രേഡിംഗ് മെത്തഡോളജിയാണ് സ്വിംഗ് ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് എന്നീ ട്രേഡിംഗ് സ്റ്റൈലുകളിൽ ഒരു സ്റ്റോക്ക് വാങ്ങി അതേ ദിവസം തന്നെ നമ്മൾ അത് വിൽക്കുകയും ചെയ്യും. ഒരു ദിവസത്തിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തു വെക്കുന്നില്ല നമ്മൾ ഈ രണ്ട് മെത്തേഡിലും. അതേസമയം സ്വിംഗ് ട്രേഡിലേക്ക് വന്നാൽ ഒരു ദിവസത്തിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്റ്റൈലാണ് ഇത്. സ്വിംഗ് ട്രേഡിൽ ട്രേഡർ അയാളുടെ പൊസിഷൻ ഒരു ദിവസത്തിൽ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയാം. സ്മോൾ ആൻഡ് മീഡിയം പ്രോഫിറ്റ്സ് ലക്ഷ്യമാക്കി നടത്തുന്ന ട്രേഡിംഗ് ആണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉയർന്നും താഴ്ന്നും മുന്നോട്ട് പോകുന്ന സ്റ്റോക്കുകളാണ് സ്വിംഗ് ട്രേഡിംഗിന് വേണ്ടി എടുക്കുന്നത്. ഈ ചാഞ്ചാട്ടത്തിൽ നിന്നുമാണ് സ്വിംഗ് ട്രേഡിംഗിൽ പ്രോഫിറ്റ് കണ്ടെത്തുന്നത് ട്രേഡർ. ഇനി വൈ സ്വിംഗ് ട്രേഡിംഗ്? എന്തുകൊണ്ട് ഒരാൾ സ്വിംഗ് ട്രേഡിംഗ് തിരഞ്ഞെടുക്കണം എന്നത് അയാളുടെ മൈൻഡ് സെറ്റും ഐഡിയോളജിയും ഒക്കെ അനുസരിച്ചിരിക്കും. ഓരോ മനുഷ്യന്മാരും ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് ലെവൽ, റിസ്ക് പ്രൊഫൈൽ, ട്രേഡിംഗിനായി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം, ഇതൊക്കെ ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ട്രേഡർ. സ്വിംഗ് ട്രേഡിംഗിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അത് പ്രകാരം ഇത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത്. രണ്ട് ബേസിക് ഫാക്ടേഴ്സ് ആണ് സ്വിംഗ് ട്രേഡിംഗിന് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ മൊമെന്റം, പിന്നെ സ്റ്റോക്കിന്റെ വോളിയം. ഹൈ വോളിയം ആൻഡ് ഹൈ മൊമെന്റം ഉള്ള സ്റ്റോക്കുകളാണ് സ്വിംഗ് ട്രേഡിംഗിന് അനുയോജ്യമായത്. സ്വിംഗ് ട്രേഡിംഗിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓവർ ട്രേഡിംഗിലേക്ക് കടക്കാതെ ട്രേഡറുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നതാണ്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. സ്വിംഗ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാര്യം കുറച്ചുകൂടി ക്ലിയർ ആവും. ഒന്നാമത്തേത്, മാക്സിമം ഷോർട്ട് ടേം പ്രോഫിറ്റും മിനിമം മീഡിയം ടേം പ്രോഫിറ്റും ഉണ്ടാക്കാനുള്ള ട്രേഡിംഗ് മെത്തേഡ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ്. പിന്നെ സ്വിംഗ് ട്രേഡിംഗിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് ഉണ്ട്, പക്ഷേ കുറവാണ്. ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും നല്ല പ്രോഫിറ്റ് തരുന്നത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിക്കുകയും മൂവ്മെന്റിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ പോലെ. പിന്നെ എല്ലാ ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്സിനെയും പോലെ ഇതിലും നമുക്കൊരു ഗോൾ വേണം. അതായത് കൃത്യമായ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം. എപ്പോൾ എൻ്റർ ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്ന് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം മുൻകൂട്ടി സെറ്റ് ചെയ്ത് ട്രേഡിങ്ങിന് ഇറങ്ങേണ്ടത്. അടുത്തത്, സ്റ്റോക്സിൽ മാത്രമല്ല ബോണ്ട്സ്, ഡെറിവേറ്റീവ്സ് മുതൽ ക്രിപ്റ്റോ കറൻസീസിൽ വരെ സ്വിംഗ് ട്രേഡിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിംഗിന്റെ ടൈം ഫാക്ടറിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വിംഗ് ട്രേഡിംഗിൽ ട്രേഡർ ഒരു ദിവസത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന്. ഇത് കുറച്ചധികം ദിവസങ്ങളാകാം, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ വരെ ആകാം. പക്ഷേ ഒരു ലോങ് ടേം പൊസിഷൻ എന്തായാലും ആവില്ല. എപ്പോഴാണ് സ്റ്റോക്ക് ബ്രേക്ക് ആകാൻ പോകുന്നത്, എപ്പോഴാണ് പ്രൈസ് താഴാൻ തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി എക്സിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് പ്ലാൻ ചെയ്യേണ്ടതും റിസർച്ച് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ടൈം ഫാക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. പല ട്രേഡേഴ്സ് പല തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് സ്വിംഗ് ട്രേഡിംഗിൽ യൂസ് ചെയ്യാറുള്ളത്. ബൈയിങ്ങിനും സെല്ലിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സെക്ടർ ട്രെൻഡ്സ്, പ്രൈസ് ബ്രേക്ക്ഔട്ട്സ്, മറ്റു ഫാക്ടേഴ്സിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് പുറമെ ഇൻഡസ്ട്രി അനാലിസിസ്, എക്കണോമിക് കണ്ടീഷൻസ്, അതുപോലെ സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് സ്വിംഗ് ട്രേഡിംഗ് എടുക്കുന്നത്. സ്വിംഗ് ട്രേഡിംഗിന്റെ പ്രധാന ഫീച്ചേഴ്സ് ഷോർട്ട് ആക്കി പറയുകയാണെങ്കിൽ, നമ്പർ 1, ട്രെൻഡിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നാണ് സ്വിംഗ് ട്രേഡിംഗ്. നമ്പർ 2, സ്വിംഗ് ട്രേഡിംഗിലെ ആവറേജ് പൊസിഷൻ റിട്ടൻഷൻ ടൈം പീരീഡ് ഏതാനും ദിവസങ്ങൾ മുതൽ ഏതാനും ആഴ്ചകൾ വരെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതാണ് ഫീച്ചർ നമ്പർ 2. ഫീച്ചർ നമ്പർ 3, മറ്റ് ജോലികൾക്കിടയിലും ചെയ്യാവുന്ന, ദിവസവും ഓഫീസിൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. കാരണം ഡേ ട്രേഡിംഗിലേതുപോലെ ഇവിടെ സ്ക്രീനിലേക്ക് തന്നെ കോൺസ്റ്റന്റ് ആയി നോക്കി പൊസിഷൻസ് മോണിറ്റർ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ആൻഡ് നമ്പർ 4,
ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാൻ സ്വിംഗ് ട്രേഡിംഗ് നല്ലതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്വിംഗ് ട്രേഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് പ്രധാന ഗുണങ്ങളാണ് സ്വിംഗ് ട്രേഡിംഗിനുള്ളത്. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. റിസർച്ചും അനാലിസിസും ഒക്കെ നടത്താൻ ഒരുപാട് സമയം കയ്യിലില്ല എന്നുള്ളവർക്കുള്ളതാണ് സ്വിംഗ് ട്രേഡിംഗ്. മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്താനുള്ള സൗകര്യം ഇതിലുണ്ട്. കാരണം അതിന് ആവശ്യത്തിനുള്ള സമയം ഡേ ട്രേഡിങ്ങിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ കിട്ടും നമുക്ക്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ പാകത്തിൽ ഫ്ലെക്സിബിൾ ആയ ഒരു മെത്തേഡാണ് ഇത്. സ്റ്റോക്കിന്റെ വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ടൈം ഇതിൽ കിട്ടും. ഒരൊറ്റ ട്രേഡിൽ തന്നെ ഹൈ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഇതിൽ കൂടുതലാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ മൾട്ടിപ്പിൾ ട്രേഡിംഗ്സ് നടത്തേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് ഒരു റിലാക്സ്ഡ് ആയ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സേ ആവശ്യമുള്ളൂ. സമയമെടുത്ത് റിലാക്സ് ആയി തീരുമാനങ്ങൾ എടുക്കാം എന്നർത്ഥം. ഇനി ഡിസിഷൻ മേക്കിംഗുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മാർക്കറ്റിനെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡ്രൈവ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് ട്രേഡർക്ക് ചിലപ്പോൾ ഒരു മുൻവിധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതാക്കാനും കീ മാർക്കറ്റ് ഡ്രൈവേഴ്സിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാനുമുള്ള സമയവും സൗകര്യവും സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് തരും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഇനിയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്കുകളുടെ ഡെലിവറി എടുക്കുന്നത് കൊണ്ട് കുറഞ്ഞ ബ്രോക്കറേജ് മാത്രമേ സ്വിംഗ് ട്രേഡിൽ വരുന്നുള്ളൂ ഡേ ട്രേഡിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഗുണങ്ങൾക്കൊപ്പം തന്നെ മറ്റ് മെത്തേഡ്സിനൊക്കെ പോലെ തന്നെ ഇതിൻ്റെതായ ചില ദോഷങ്ങളും ചില ഡ്രോബാക്സുകളും ഇതിനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്വിംഗ് ട്രേഡിംഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോൾ നഷ്ടം ഉണ്ടാകുകയേ ഇല്ല എന്നല്ല അർത്ഥം. ലോസസ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയും കുറവല്ല. സ്വിംഗ് ട്രേഡിംഗിൽ റിസൾട്ട് കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. സമയം കമ്പാരിറ്റീവ്ലി കൂടുതലാണ് നമുക്കറിയാം. പല കാരണങ്ങൾ കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ മാർക്കറ്റ് മാറി മറിഞ്ഞേക്കാം എന്നുള്ള കാര്യം അല്ലേ. പല ഫാക്ടേഴ്സ് ഉണ്ടാവാം ഇതിന്. ഒരു ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യേണ്ട ഏതൊരു ട്രേഡിംഗ് മെത്തേഡിനും അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. സ്വിംഗ് ട്രേഡിംഗിലും ഇത് ബാധകമാണ്. മാത്രമല്ല ഇതൊരു ലോങ് ടേം പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ട്രേഡിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ മാറി വരാനുള്ള അല്ലെങ്കിൽ റിവേഴ്സ് ആവാനുള്ള പഴയ പോലെ തിരിച്ചെത്താനുള്ള ഒരുപാട് സമയം കിട്ടിയാലും അതുകൊണ്ട് കാര്യമില്ല. കാരണം സ്വിംഗ് ട്രേഡിംഗ് ഏതാനും ആഴ്ച വരെയൊക്കെയാണ് മാക്സിമം പോവുകയുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ നേരിടാനുള്ള സാധ്യത ഇതിലുമുണ്ട്. അടുത്ത ഒരു ഡ്രോബാക്ക് ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടതാണ്. ടൈം എന്ന ഫാക്ടർ എടുത്ത് നോക്കുമ്പോൾ കുറെ ഗുണങ്ങൾ സ്വിംഗ് ട്രേഡിംഗിൽ ഉള്ളപ്പോൾ തന്നെ ഇതേ ഫാക്ടർ ചില ഡ്രോബാക്സും നൽകുന്നുണ്ട്. ഒന്ന്, മാർക്കറ്റ് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് നേർ വിപരീതമായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരുപാട് നഷ്ടം നമുക്ക് വന്നേക്കാം. പിന്നെ ഷോർട്ട് ടേം പ്രോഫിറ്റ് ആണല്ലോ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ലോങ് ടേം പ്രോഫിറ്റ്സ് നഷ്ടമാവുന്നത് കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇതിലുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തുടർച്ചയായി കുറച്ച് നഷ്ടം ഉണ്ടാക്കി എന്ന് വെച്ച് അപ്പോൾ തന്നെ ട്രേഡിംഗ് സ്റ്റൈൽ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചധികം തവണ നമ്മൾ ഇത് ട്രൈ ചെയ്ത് നമുക്ക് പറ്റിയതാണോ അല്ലേ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡിംഗ് മെത്തേഡ്സ് സ്വിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം എന്നാണ്. പല വഴികളുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ളത് സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട്, പ്രൈസ് ചാനൽ ബ്രേക്ക്ഔട്ട്സ്, പിന്നെ ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, കപ്പ് ഹാൻഡിൽ പാറ്റേൺസ് ഒക്കെ വെച്ചുള്ള ട്രേഡിങ്സ് ആണ്. ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രേഡ് ചാനൽസ് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിലെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് താഴുന്നതിന് മുൻപ് എക്സിറ്റ് ആവുക എന്നതാണ്. മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതിന് മുൻപ് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് പുറത്ത് കിടക്കാം. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് കണ്ടെത്തണം. റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബുള്ളിഷോ ബെയറിഷോ അല്ലാത്ത ഒരു റേഞ്ചിനകത്ത് മാത്രം മൂവ് ചെയ്യുന്ന മാർക്കറ്റ്. എന്നിട്ട് ശ്രദ്ധയോടെ പ്രൈസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സപ്പോർട്ട് ലെവൽസും റെസിസ്റ്റൻസ് ലെവൽസും മനസ്സിലാക്കുക. സപ്പോർട്ട് ലെവൽ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് എപ്പോഴൊക്കെയാണോ താഴുന്നത് അപ്പോഴൊക്കെയും ഒരു ലെവലിൽ നിന്ന് ആ ഫോളിംഗ് നിർത്തി വീണ്ടും ഇത് ഉയർന്നു വരുന്ന ആ ലെവൽ ഏതാണോ അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ലെവൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. പ്രൈസ് ഉയരുന്നത് ഒരു ലെവലിൽ എത്തുമ്പോഴൊക്കെ പതിവായി നിൽക്കുകയും പിന്നെ താഴോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലെവലിനെ നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയും. ഇത് രണ്ടിനെ കുറിച്ചും വിശദമായി കവർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഔട്ട് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഈ രണ്ട് ലെവലുകളും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള പ്രൈസ് റേഞ്ച് ഏതാണെന്ന് കാണിച്ചു തരും. നമ്മളുടെ റിസ്ക് പ്രൊഫൈലിന് അകത്താണ് ഈ റേഞ്ച് വരുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഒരു സ്പെസിഫിക് പ്രൈസിൽ എത്തുമ്പോൾ അത് വിൽക്കാൻ വേണ്ടി ബ്രോക്കർക്ക് കൊടുക്കുന്ന ഓർഡറിനെയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് കൂടുന്തോറും സ്റ്റോപ്പ് ലോസും അതിനനുസരിച്ച് മൂവ് ചെയ്യും. സ്വിംഗ് ട്രേഡിംഗ് നടത്താനുള്ള ഒരു മികച്ച റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്കാണിത്. ഇതുവഴി മാർക്കറ്റിൽ നിന്നുള്ള ഭൂരിഭാഗം പ്രോഫിറ്റും നേടാൻ കഴിയും. മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് പറ്റുന്നു. രണ്ട് തരം ചാനൽസ് ഉണ്ട്, അപ്വേർഡ് ചാനലും ഡൗൺവേർഡ് ചാനലും. അപ്വേർഡ് ചാനൽ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. മുകളിലേക്കുള്ള ഒരു ട്രെൻഡിനെയാണ് അപ്വേർഡ് ചാനലിൽ കാണിക്കുക. ഒരു സ്റ്റോക്കിന്റെ പ്രൈസിന്റെ ഹയർ ഹൈസും ലോവർ ലോസും വെച്ച് അടയാളപ്പെടുത്തുന്ന പ്രൈസ് പാറ്റേൺ ആണിത്. സ്റ്റോക്കിന്റെ സ്വിംഗിലെ ഡൗൺ ട്രെൻഡിനെ കണക്ട് ചെയ്യുന്ന ഒരു ലോവർ ട്രെൻഡ് ലൈനും
സ്വിങ്ങിന്റെ അപ് ട്രെൻഡിനെ കണക്ട് ചെയ്യുന്ന ഒരു അപ്പർ ചാനൽ ലൈനും വരച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന മുകളിലേക്ക് പോകുന്ന ഒരു ചാനലാണിത്. ഡൗൺവേർഡ് ചാനൽ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസിന്റെ ലോവർ ഹൈസിനെയും ലോവർ ലോസിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരക്കുന്ന പാരലൽ ലൈൻസിനിടയിൽ ഫോം ചെയ്യുന്ന താഴോട്ടുള്ള ചാനലാണിത്. ഈ ട്രെൻഡ് ലൈൻസിനിടയിലുള്ള ആ സ്പേസിനെയാണ് ട്രെൻഡ് ചാനൽസ് എന്ന വലിയ കാറ്റഗറിയിൽ ഒന്നായ ഡിസെൻഡിങ് ചാനൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡൗൺവേർഡ് ചാനൽ ട്രേഡ് ചെയ്യാം എന്നാണ്. ട്രേഡിംഗ് ചാനൽസ് വളരെ ഈസിയാണ്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ട്രേഡിംഗ് നടക്കുന്നത് ഈ ചാനലിൽ നിന്ന് പ്രൈസ് പുറത്ത് കടക്കുന്നത് വരെയാണ്. അതായത് ചാനലിന്റെ അപ്പർ ലൈൻസ് റെസിസ്റ്റൻസ് ആയിട്ടും ലോവർ ലൈൻ സപ്പോർട്ട് ആയിട്ടുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോവില്ല. സ്റ്റോക്ക് പ്രൈസ് അസെൻഡിങ് ചാനലിന്റെ അപ്പർ ട്രെൻഡ് ലൈനിൽ എത്തുമ്പോൾ ട്രേഡർക്ക് ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്യാം. പ്രൈസ് ലോവർ ചാനലിനോട് അടുക്കുമ്പോൾ ട്രേഡിൽ നിന്നും എക്സിറ്റ് ചെയ്യാം. സ്റ്റോക്കിന്റെ പ്രൈസ് പെട്ടെന്നെങ്ങാനും റിവേഴ്സൽ ആയാൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അപ്പർ ട്രെൻഡ് ലൈനിന്റെ തൊട്ടു മുകളിലായി ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യണം. ആവശ്യത്തിനുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഡിസ്റ്റൻസ് പാറ്റേണിന്റെ പാരലൽ ലൈൻസിന് ഇടയിൽ ഉണ്ട് എന്ന് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ട്രേഡേഴ്സ് എൻഷുർ ചെയ്യണം. മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും പ്രൈസ് ലോവർ ചാനലിൽ എത്താൻ കാത്തിരിക്കണമെന്നില്ല. പകുതിക്ക് വെച്ച് പ്രൈസ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയോ എക്സിറ്റ് ചെയ്യുകയോ വേണം. ഈ എക്സാമ്പിളിൽ പ്രൈസ് ഇടക്ക് വെച്ച് റിവേഴ്സ് ആയിട്ടുള്ളത് കാണാം. റിവേഴ്സലിന്റെ സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് 1:4 റിസ്ക് ടു റിവാർഡ് സിനാരിയോ അപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഡെലിവറി ട്രേഡിംഗിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടും സ്വിംഗ് ട്രേഡിംഗിൽ ഡെലിവറി എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ പൊസിഷൻ ഷോർട്ട് ആക്കണമെങ്കിൽ സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ആണ് ഷോർട്ട് ചെയ്യേണ്ടത് എന്ന് കൂടി നോട്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഒരു അസെൻഡിങ് ചാനൽ ട്രേഡ് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് അസെൻഡിങ് ചാനലിന്റെ ലോവർ ട്രെൻഡ് ലൈനിൽ എത്തുമ്പോൾ ട്രേഡേഴ്സിന് ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്യാം. പിന്നെ അപ്പർ ചാനൽ ലൈനോട് അടുക്കുമ്പോൾ എക്സിറ്റും ചെയ്യണം. ഇവിടെയും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും റിവേഴ്സൽ പാറ്റേൺസ് നോക്കിയിരിക്കണം എന്ന് ഇല്ല എൻ്റർ ചെയ്യാൻ. മാത്രമല്ല ഇവിടെയും മികച്ച റിസ്ക് ടു റിവാർഡ് കിട്ടാൻ വേണ്ടി പാരലൽ ലൈൻസിനിടയിൽ ആവശ്യത്തിനുള്ള ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ റിസർച്ചും അനാലിസിസും ഒക്കെ നടത്താൻ കുറച്ച് സമയമേ കയ്യിലുള്ളൂ എന്നുള്ള ട്രേഡേഴ്സിന് ചേർന്ന സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ്. മാത്രമല്ല കുറഞ്ഞ സമയത്തിൽ സ്മോൾ ടു മീഡിയം പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന മെത്തേഡുമാണിത്. എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് കൊണ്ട് സ്വിംഗ് ട്രേഡിംഗ് വളരെ പോപ്പുലർ ആണ്. മാത്രമല്ല തുടക്കക്കാരായ ട്രേഡേഴ്സിന് പഠിക്കാനുള്ള ഒരു ടൂൾ കൂടെയാണ് ഇത്. ബെറ്റർ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി അലൈൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനും ചേരുന്ന ഒന്നാണ് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ടോപ്പിക്സുകൾ കേൾക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അവ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.